everyone, welcome to Krish Talks. അപ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കുട്ടികൾക്ക് ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെയും പുതിയ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ 2019 മുതൽ ഈ സബ്ജക്ട്സ് ഒക്കെ നമ്മുടെ ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ വീഡിയോസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോസ് കണ്ട് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ അതിന്റെ പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സബ്ജക്റ്റിനും. അപ്പൊ അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് 3 തിയറി സബ്ജക്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു 4th സെമ്മില്. BCom BBAയുടെ കോർപ്പറേറ്റ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, EDP. ബാക്കി 2 സബ്ജക്ട് അതായത് അക്കൗണ്ടിങ്ങിന്റെയും QTയുടെയും തിയറി പാർട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരുപാട് കുട്ടികൾ ചോദിച്ചു പ്രോബ്ലം നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടോ എന്നുള്ളത്. പ്രോബ്ലംസ് നമ്മൾ ഇടുന്നില്ല. ആ പ്രോബ്ലം പേപ്പറിന്റെ തിയറി ഏരിയ ആണ് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഓരോ സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് ട്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ 4 ബാച്ചിന്റെ ട്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ ബാച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇപ്പൊ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ 3 സബ്ജക്ട്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഏവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. കാരണം സപ്ലി കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ ഈസി ആണോ? പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണ് ബാങ്കിങ്. നമുക്ക് അത്യാവശ്യം കയ്യിൽ നിന്നിട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഒരു ഈസി സബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കോർപ്പറേറ്റ് റെഗുലേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസിയാണ്. അതാ ഞാൻ പറഞ്ഞ ഏവറേജ് സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ഏതാണ് ഈസി ചാപ്റ്റേഴ്സ്, ഏതാണ് ടഫ് ചാപ്റ്റേഴ്സ്, എങ്ങനെ ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം, ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിന്റെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ ഡീറ്റെയിൽസ് വെച്ച് തുടങ്ങാം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ് 2019 മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ബുക്കാണ് ഇത് കേട്ടോ. അപ്പൊ BCom BBAക്ക് സെയിം ബുക്ക് തന്നെയാണ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഡോക്ടർ K വേണുഗോപാലൻ എന്ന് പറയുന്ന സാറിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇത്. അപ്പോൾ വാങ്ങുന്ന കുട്ടികൾ ഇതൊന്ന് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പൊ ഇനി വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം എല്ലാത്തിലും ഒരേ സിലബസ് തന്നെയായിരിക്കും. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ 19 തൊട്ട് ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നതും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ കോർപ്പറേറ്റിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി. പക്ഷെ അതിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. കാരണം ഇത് വെച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. പക്ഷെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ചാനലിൽ നോക്കി നമ്മുടെ വീഡിയോസ് നോക്കി ലെക്ചർ നോട്ട് എഴുതി പഠിക്കേണ്ട കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ പഠിക്കുകയും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ നോട്ട്സ് എല്ലാം തന്നെ നമ്മൾ ടെലഗ്രാം ചാനൽ, ക്രിഷ് ടോക്സിന്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റയുടെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റ അക്കൗണ്ടിലായിരിക്കും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എക്സാം ഡേറ്റ്, അങ്ങനെയുള്ള റിസൾട്ടിന്റെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴിയായിരിക്കും നിങ്ങൾ അറിയിക്കുന്നുണ്ടായിരിക്കുക, സ്റ്റോറി ത്രൂ ഒക്കെ. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അതേപോലെ തന്നെ ടെലഗ്രാമിലൂടെയാണ് നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ടെലഗ്രാമിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസ്കഷൻ ഗ്രൂപ്പും അഡ്മിൻസ് ഓൺലി ഗ്രൂപ്പും കൂടിയിട്ടുള്ളതാ. അപ്പൊ അതിലും ഒന്ന് ജോയിൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലെ ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ 7 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബാങ്കിങ് ആണ്. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്. എല്ലാ എന്താ പറയുക സബ്ജക്റ്റിന്റെയും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എന്താണ് ബാങ്കിങ്, എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, എന്താണ് ഒരു ബാങ്ക്, മെർച്ചന്റ് ബാങ്കിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ആ ഒരു ഇമ്പോർട്ടൻസ് നൽകി തന്നെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കണം. സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ വീഡിയോസ് കണ്ടാലും മതി കേട്ടോ.
ഇനി അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ആണ്. അതായത് നമ്മുടെ മൊത്തം ഇന്ത്യയിലെ ബാങ്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ അൺഓർഗനൈസ്ഡ് ഉണ്ട്, ഓർഗനൈസ്ഡ് ഉണ്ട്. ഓർഗനൈസ്ഡ് ഏതൊക്കെ വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൂറൽ ബാങ്ക്സ്, അങ്ങനെ ഒരുപാട് ബാങ്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് മൊത്തം നമ്മുടെ ബാങ്കിങ്ങിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മളുള്ള ചാപ്റ്റേഴ്സിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് സെക്കൻഡും ചാപ്റ്റേഴ്സ് ആ ഒരു ഇമ്പോർട്ടൻസ് നൽകി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ ഏതൊരു രാജ്യക്കാർക്കും സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ RBIയുടെ കാര്യങ്ങൾ, ഫങ്ഷൻസ് ഓഫ് RBI എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, എസ്സേക്ക് ചോദിക്കാം, വാട്ട് ആർ ദി 2 ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിക്കാം. അപ്പൊ എങ്ങനെയായാലും ഒരു സ്കോപ്പ് ഉള്ള ഒരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഏത് ചോദിച്ചാലും ഉത്തരം സെയിം ആണ്. കാരണം നമ്മുടെ ഇന്ത്യക്കാരുടെ സെൻട്രൽ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഫോർത്ത് ചാപ്റ്റർ ആണ്. ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ബാങ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ചെക്ക്, അതേപോലെ തന്നെ ചെക്കിന്റെ ക്രോസിങ്, എൻഡോഴ്സ്മെന്റ് ഓഫ് ചെക്ക്. മെയിൻ ആയിട്ട് ഈ ചെക്കിന്റെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ക്രോസിംഗ് ഓഫ് ചെക്ക് ഒക്കെ ടൈപ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് വെറും 10-14 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ചാപ്റ്റർ 5 ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇ ബാങ്കിങ്ങിന്റെ പ്രത്യേകത നമുക്ക് ഉണ്ടാക്കി എഴുതാം. അതായത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ് എന്താ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അഡ്വാൻറ്റേജസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ വളരെയധികം സമയക്കുറവുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 14 മിനിറ്റ് ഉണ്ട്. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറും 14 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് പിന്നെയും ഒരു 14 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ ചാപ്റ്റർ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇനി 6th 7th, അതായത് നമ്മുടെ ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അപ്പൊ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നതും ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നതുമാണ്. അപ്പൊ 6ഉം 7ഉം ചാപ്റ്റേഴ്സ് ആണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ 6ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ് ആണ്. പക്ഷെ ഈ രണ്ടും അത്യാവശ്യം ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഈ ഫസ്റ്റത്തെ ബാങ്കിങ്ങിന്റെ 2ഉം 3ഉം ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 6ഉം 7ഉം വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ ഇൻഷുറൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇൻഷുറൻസ്, എന്താണ് ഒരു ഇൻഷുറൻസ് കമ്പനി, അതേപോലെ തന്നെ ഇൻഷുറർ ആരാണ്, ഇൻഷുർഡ് ആരാണ്, എത്ര ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ഇപ്പൊ മറൈൻ ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പല ടൈപ്സ് ഓഫ് ഇൻഷുറൻസുകളെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സും ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. 7ാമത്തെ ചാപ്റ്റർ ലൈഫ് ഇൻഷുറൻസിനെ മാത്രം കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു 6ഉം 7ഉം ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനും പറ്റും. കാരണം ഇതിൽ 2 ഏരിയാസ് നമ്മൾ പറയുന്നത് ബാങ്കിങ്ങും അതേപോലെ തന്നെ ഇൻഷുറൻസും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്ട് റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ എക്സാം എഴുതേണ്ട ഒരു രീതിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഓൾറെഡി കോർപ്പറേറ്റ് റെഗുലേഷന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 4-5 സെന്റൻസിൽ ആൻസർ എഴുതിയാൽ മതി. അങ്ങനെയുള്ള ഒരു കുട്ടി പാരഗ്രാഫ് ഒക്കെ എഴുതിയാൽ മതി. പിന്നെ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് നമ്മുടെ ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് 2 ലൈൻസിൽ എഴുതിയിട്ട് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് ഓർ ഫീച്ചേഴ്സ് പോയിന്റ് വൈസ് ആക്കി എഴുതാൻ. അങ്ങനെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ലൈബിലിറ്റീസ്, ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോയിന്റ് വൈസ് ആയിട്ട് ഓരോ സെന്റൻസ് ആക്കി എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. നോക്കുന്ന ടീച്ചർക്കായാലും കുറച്ചും കൂടി മാർക്ക് തരാനൊക്കെയുള്ള സാധ്യത അങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നതാണ്. പിന്നെ ഷോർട്ട് എസ്സേക്ക് കിടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കണം. അതിനുശേഷം പോയിന്റ്സ് എഴുതാൻ നിങ്ങൾ
ദെൻ ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫോട് കൂടി അവസാനിപ്പിക്കുക. നമ്മൾ ഇനി എസ്സേയിലേക്ക് കടക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത് എന്താ പറയുക, ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഒക്കെയാണ്. ആ ഒരു ബാങ്കിങ് വന്ന ഒരു വർഷങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫും കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 5 അവർ പറഞ്ഞിരിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻസ് തന്നെ സീലിംഗ് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. എസ്സേ നിർബന്ധമായിട്ടും 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം കേട്ടോ. അപ്പൊ ബാങ്കിങ് ആൻഡ് റെഗുലേഷൻസ്, നിങ്ങൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ അത്യാവശ്യം ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റും ആണ്. ദെൻ മൂന്നാമത്തെ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. 4ഉം 5ഉം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. 4ആണ് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. 6ഉം 7ഉം വളരെ ഈസിയാണ്. അപ്പൊ ലാസ്റ്റ് എന്നൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. ഇതങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ കോർപ്പറേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ഓർഡറിൽ പഠിക്കണം എന്ന്, ഇതങ്ങനെ ഓർഡർ ഒന്നും ഇല്ല. ഇൻഷുറൻസിന്റെ 6ഉം 7ഉം പഠിച്ച് നിങ്ങൾക്ക് വെക്കാം, അത് കഴിഞ്ഞിട്ട് ബാങ്കിങ്ങിലോട്ട് വന്നാലും മതി. അപ്പൊ അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിന്റെ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. ട്യൂഷന് ജോയിൻ ചെയ്യേണ്ട കുട്ടികൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.